ജാനകി സിനിമാ വിവാദത്തിൽ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം വരുന്നു. ഹൈക്കോടതി സിനിമ കാണാമെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് പറയുന്നു. ശനിയാഴ്ച സിനിമ കാണാൻ തയ്യാറെന്നാണ് ഹൈക്കോടതിയുടെ പ്രതികരണം. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, ഇന്നിപ്പോൾ രണ്ട് ഹർജികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നേരത്തെ തന്നെ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയുണ്ട്. അതിനൊപ്പം തന്നെ ആ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാൻ കഴിയില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സെൻസർ ബോർഡ് ഒരു മറുപടി നൽകിയത്. ആ മറുപടിയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മറ്റൊരു ഹർജി കൂടി നൽകിയത്. പ്രത്യേകിച്ച് ഈ സിനിമ ഇങ്ങനെ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ട ശേഷം ഏതെങ്കിലും തരത്തിൽ അനുമതി നൽകാതിരുന്നാൽ പിന്നീട് പോകേണ്ടത് അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ്. പക്ഷേ 2021 കേന്ദ്രം ആ ട്രൈബ്യൂണലിൽ തന്നെ സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്നു. അത് നിയമപരമായി നിലനിൽക്കാത്തൊരു സ്ഥാപനമാണ്. അങ്ങനെ നിലനിൽക്കാത്തൊരു സ്ഥാപനത്തിൽ പോയി അപ്പീൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ സാങ്കത്യം കൂടി ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തൊരു ഹർജി കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഹർജികളും എന്തായാലും ബുധനാഴ്ചത്തേക്ക് മാറ്റും. അതിനു മുമ്പ് ഈ സിനിമ കാണണമെന്ന് കഴിഞ്ഞ തവണ തന്നെ ഹാരിസ് ബീരാൻ, ഈ കോസ്മോസ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഹാജരാകുന്ന MP കൂടിയായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് കോടതി ആ ആവശ്യം നിരാകരിച്ചു. കാര്യം കേസുകൾ തന്നെ ധാരാളമുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ 2-2.5 മണിക്കൂർ സിനിമ കണ്ട ശേഷം അത് തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കഴിഞ്ഞ തവണ തന്നെ ജസ്റ്റിസ് എൻ നഗരേഷ് മറുപടി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ചില വിഷയങ്ങളിൽ ബോംബെ ഹൈക്കോടതി ഉൾപ്പെടെ സിനിമ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചില അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷെ എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ തവണ ഇത് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു റേപ്പ് വിക്ടിമാണ്, ഒരു ബലാത്സംഗത്തിനിരയായി അവർ പിന്നീട് നീതിക്ക് വേണ്ടി കോടതികളിലടക്കം പൊരുതുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അതുകൊണ്ട് ആ ക്യാരക്ടറിനാണ്. അപ്പോഴാണ് കോടതി പറഞ്ഞത് അങ്ങനെയെങ്കിൽ റേപ്പിസ്റ്റ് പോലും അല്ലാത്ത ഒരാൾക്ക് ജാനകി എന്ന് പേരിടുന്നതിൽ പിന്നെ എന്താണ് പ്രശ്നം? അങ്ങനെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ എനിക്ക് മനസ്സിലാകാമായിരുന്നു. അപ്പോഴാണ് ഈ സിനിമ കാണണം, അതിൽ പറയുന്ന പോരാട്ടവും അതോടൊപ്പം തന്നെ അതിജീവിത ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോരാട്ടങ്ങളൊക്കെ കോടതി മനസ്സിലാക്കണം എന്നതുൾപ്പെടെയുള്ള ഇന്നിപ്പോൾ ആ ഹർജി പരിഗണിച്ചിരിക്കുന്നു. ആ ആവശ്യം പരിഗണിച്ചിരിക്കുന്നു. കോടതി സിനിമ കണ്ട ശേഷം ഒരു ദിവസം ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി സിനിമ കണ്ട ശേഷം ബുധനാഴ്ച അതുകൂടി കണ്ട ശേഷം ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ഹർജിയിൽ ചില വാദങ്ങൾ കൂടിയുണ്ട്. കാര്യം OTT റിലീസിന് വേണ്ടി ചില എഗ്രിമെന്റുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി OTT റിലീസിന് കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ മുന്നോടിയായി പ്രദർശനം ഏകദേശം റിലീസ് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി ഏകദേശം 2 കോടിയോളം രൂപ പരസ്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ വലിയ നഷ്ടമാണ്. മാത്രമല്ല ആ നഷ്ടത്തിന് പുറമെയാണ് OTT റിലീസ്, അത് അവരോട് എഗ്രിമെന്റ് വെച്ച ഒരു കരാറുണ്ട്. ആ കരാർ പാലിക്കാതിരുന്നാൽ സിനിമയുടെ നഷ്ടം മാത്രമല്ല അതിനപ്പുറത്ത് ആ OTTക്ക് കമ്പനിക്ക് നൽകേണ്ട വലിയ ബാധ്യതകൾ ഉൾപ്പെടെയുണ്ട്. സിനിമയുടെ പേരാണ് പ്രശ്നം, പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ പേര് ഇടണമോ, അങ്ങനെ ഒരു പേരിടാൻ പറ്റുമോ ഇല്ലയോ എന്ന കാലത്തിൽ എന്തിനാണ് സിനിമ മുഴുവൻ കാണുന്നതെന്ന ചോദ്യം വരും. ഇങ്ങനെ ഒരു നിർദ്ദേശം കോടതി വെച്ചപ്പോൾ, സിനിമ കാണട്ടെ എന്ന ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകന്റെ മറുപടിയും പ്രതികരണം എന്തായിരുന്നു? സിനിമ കാണുന്നതിൽ അവർക്കും എതിരില്ല. പ്രത്യേകിച്ച് അഭിനവ് ചന്ദ്രചൂഡാണ് സെൻസർ ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹാജരായി. സ്വാഭാവികമായും അവർ സിനിമ കണ്ട് തീരുമാനമെടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ എതിർപ്പൊന്നുമില്ല. കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടായത്, ഒന്ന് ഈ ജാനകി എന്ന് പറയുന്ന പേര് അത് ഈ സിനിമ എക്സിബിഷനുമായി ബന്ധപ്പെട്ട ചില ഗൈഡ് ലൈൻസിന്റെ ലംഘനമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഈ ജാനകി എന്ന പേരെങ്ങനെയാണ് അത് ഒരു ലംഘനമായി വരുന്നത്? കാര്യം സമൂഹത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേര്. ഒപ്പം തന്നെ ഇവർ ഇന്ന് ചൂണ്ടിക്കാണിച്ച ചില സിനിമകളുണ്ട്. അത് സീതാരാമായണം, അതിൽ സീതയും രാമനും ഈ 2 കഥാപാത്രങ്ങളുണ്ട്. ജാനെ മൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ ജാനകി എന്ന് പറയുന്ന അതിൽ കഥാപാത്രത്തിന്റെ പേരതാണ്. അത്തരത്തിൽ 2, 3, 4 സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ നിരവധിയായ ചിത്രങ്ങളുടെ പേരുൾപ്പെടെയുണ്ട്. അതിലൊന്നുമില്ലാത്ത വിധം ഈ പ്രശ്നത്തെ ഇങ്ങനെ അത് വലിച്ചു നീട്ടുന്നത്. ജാനകി ജാനെ 2003 ഇറങ്ങിയ സിനിമ, സീതാരാമം 2022, മാളികപ്പുറത്തിൽ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന 2022 ചിത്രം, കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന 2023 ചിത്രം, ഇതൊക്കെ ഇതിനൊന്നുമില്ലാത്ത രൂപത്തിൽ ജാനകിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന്, അതാണ് കോടതിക്ക് കൃത്യമായി തന്നെ
ബോധ്യപ്പെടാൻ കഴിയാത്തത്. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ കോടതിയിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന്, കോടതിയുടെ മുമ്പാകെ ഒരു പരസ്യമായി പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹർജിക്കാർ വാദിച്ചു. കാര്യം ഒരു സിനിമയുടെ ഒരു പ്രൈവസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ കൂടിയിരുന്ന ആളുകൾ അത് സ്വാഭാവികമായും കോടതി നടപടികൾ സ്ട്രീം ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. സ്വാഭാവികമായും സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ കോടതിയിൽ കാണുമ്പോൾ അത് അതിന്റെ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ മാത്രമേ കാണാൻ കഴിയുമെന്നും ഒരു രൂപത്തിൽ ഒരു ഹർജിക്കാരുടെ ഒരു വാദമുണ്ടായി. അപ്പോഴാണ് പാലാരിവട്ടത്തുള്ള ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ ഈ സിനിമ കാണാൻ സൗകര്യം ഒരുക്കാമെന്നുള്ളൊരു ഒരു നിർദ്ദേശം കൂടി ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് എന്തായാലും ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ജസ്റ്റിസ് എൻ നഗരേഷ് ഈ സിനിമ കാണും. അതിനുശേഷം പിന്നീട് ഹർജിയിൽ, കാര്യം ഒരു സിനിമയുടെ ഈ രണ്ട് വാദവും വളരെ പ്രസക്തമാണ്. കാര്യം സിനിമയുടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത്. അതല്ല, ആ ഗൈഡ് ലൈനിൽ പറയുന്ന രൂപത്തിൽ ഈ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഇല്ല എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഉപോത്പലകമായി ഈ ജസ്റ്റിസ് ഈ സിനിമ കണ്ടാൽ അത് ജസ്റ്റിസിന് കൂടി ബോധ്യപ്പെടും, ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിറ്റിയെ അങ്ങനെ മോശക്കാരാക്കുന്ന സിനിമയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് അഭിഭാഷകർ വ്യക്തമാക്കിയതാണ്. കോസ്മോസ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഹർജിക്കാർ വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും 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 2, 3, 4 തവണയൊക്കെ ഇതേ വാദം തന്നെ സെൻസർ ബോർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ സിനിമ കണ്ടതിന് ശേഷം കൂടി ഒരു തീരുമാനം എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് എൻ നഗരേഷ് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പക്ഷെ തിയേറ്ററിൽ കാണാൻ ഒരു സൗകര്യം ഒരുക്കാം. കോടതിക്കകത്ത് തുറന്ന മുറിയിൽ ഒരു സിനിമ കാണുമ്പോൾ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും സെൻസർ ബോർഡ് ഇടപെടൽ കാരണം ഭീമമായ നഷ്ടമുണ്ടാവുന്നു എന്നതുൾപ്പെടെ, പ്രത്യേകിച്ച് നേരത്തെ സിനിമ റിലീസ് ചെയ്യാനോ എന്തായാലും ശനിയാഴ്ചയാണ് സിനിമ കാണാൻ പോകുന്നത് ഹൈക്കോടതി. അതിനുശേഷം ഹൈക്കോടതി പേര് വിവാദത്തിൽ ഒരു തീരുമാനമെടുക്കും. വിശദാംശങ്ങൾ നൽകിയത് അഹമ്മദ് മുസ്തഫ.